സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു വെബ്സൈറ്റ് എന്നുള്ളത്, ഡൊമൈൻ എന്താണ്, ഹോസ്റ്റിംഗ് എന്താണ്, SSL എന്താണെന്നുള്ളത്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ പേർപ്പസ് എന്ന് പറയുന്നത്, അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അതേപോലെ നമുക്കൊരു വെബ്സൈറ്റ് എങ്ങനെ ജസ്റ്റ് ഒരു ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഹോസ്റ്റിങ്ങിന് നേരെ എങ്ങനെ നമുക്ക് ഒരു വേർഡ് പ്രസിലോട്ട് എത്താം, നമ്മൾ മേജർ ടോപ്പിക്കിലോട്ട് എങ്ങനെ എത്താം എന്നുള്ളതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ഫസ്റ്റ് ചോദ്യം, എന്തിനാണ് നമ്മൾ ഇതൊക്കെ, ഡൊമൈൻ എന്തിനാണ്? ജസ്റ്റ് ഒരു പേര്, നമുക്ക് ഓൾറെഡി ഒരു ഹോസ്റ്റിംഗ് സ്പേസ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് വെബ്സൈറ്റ് വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എന്തിനാണ് ഒരു ഡൊമൈൻ, എന്തിനാണ് SSL? നമുക്ക് ഓൾറെഡി ഒരു ഹോസ്റ്റിംഗ് സ്പേസ് എന്തായാലും മാൻഡേറ്ററി ആണ് കേട്ടോ, അത് നമുക്ക് വിട്ടൊരു കളിയില്ല. ഹോസ്റ്റിംഗ് എന്തായാലും മാൻഡേറ്ററി ആണ്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഡൊമൈനും SSLും എന്തായാലും മാൻഡേറ്ററി, അത്രയും മാൻഡേറ്ററി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഡൊമൈനെ പറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ youtube.com എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് യൂട്യൂബിലോട്ട് എത്താൻ പറ്റുന്നത്. യൂട്യൂബ് എന്നൊരു പേര് അല്ലെങ്കിൽ ഡൊമൈൻ യൂട്യൂബിന് ഇല്ലെങ്കിൽ യൂട്യൂബ് വർക്ക് ആവുന്നത് അതിൻ്റെ IP അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ IP അഡ്രസ്സ് നിങ്ങൾ അത് ഓർത്തിരിക്കേണ്ടി വരും. അതേപോലെ മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് ഉണ്ട് IP അഡ്രസ്സിൽ വർക്ക് ആവുന്നത്. ഇത്രയും വെബ്സൈറ്റിൻ്റെ IP അഡ്രസ്സ് നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നു വെച്ചാൽ കുറച്ച് പാടായിട്ടുള്ള കാര്യം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു റിയൽ ടൈം ഒരു എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു മൊബൈൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. ഇവരെല്ലാവരെയും കോൺടാക്ട് നമ്പറാണ് നിങ്ങൾ സേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പേരൊന്നും സേവ് ചെയ്യുന്നില്ല, ജസ്റ്റ് കോൺടാക്ട് നമ്പർ മാത്രമേ ചൂസ് ചെയ്ത് പോകുന്നുള്ളൂ. പെട്ടെന്ന് നിങ്ങളൊരു ഫ്രണ്ടിനെ നിങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തപ്പി പിടിച്ചെടുക്കാൻ കുറച്ച് പാട് തന്നെയായിരിക്കും, അല്ലെങ്കിൽ റിമെമ്പർ ചെയ്തെടുക്കാൻ കുറച്ച് പാട് തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് കോൺടാക്ട്സ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇതേപോലെ തന്നെയാണ് നമ്മൾ വെബ്സൈറ്റും. ഒരുപാട് വെബ്സൈറ്റ് ആക്സസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വെബ്സൈറ്റിന്റെ IP അഡ്രസ് മറന്നു പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന സെയിം പരിപാടി തന്നെയാണ് നമ്മൾ വെബ്സൈറ്റിൽ യൂസ് ചെയ്യുന്നത്. ഫോണിൽ യൂസ് ചെയ്യുന്നത് ആ നമ്പറിൽ ആരാണോ വ്യക്തി അവരുടെ പേര്, സ്കൂളും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ നീണ്ട ലിസ്റ്റ് കൊടുത്ത് അങ്ങ് രജിസ്റ്റർ ചെയ്തിടും. അത് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം രാഹുൽ എന്നുണ്ടെങ്കിൽ ഒരുപാട് രാഹുൽസ് കാണും. അപ്പോൾ ഈ രാഹുൽ.kv അല്ലെങ്കിൽ രാഹുൽ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, രാഹുൽ നെയ്ബർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ അങ്ങ് സേവ് ചെയ്തിടും. ഒരു പേരിൽ ഒരാളെ നമ്മൾ സേവ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ രാഹുൽ നെയ്ബർ എന്ന് പറഞ്ഞാൽ 2 പേരെ നമ്മൾ സേവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവ് തന്നെയാണ്, കാരണം പിന്നെയും കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഡൊമൈനും. ഇപ്പൊ youtube.com നമ്മൾ റിമെമ്പർ ചെയ്യാനുള്ള ചാൻസസ് കുറച്ചും കൂടെ ഹൈ ആണ്. IP അഡ്രസ്സിനേക്കാൾ എന്തുകൊണ്ട് ഹൈ ആണ് കേട്ടോ നമ്മൾ ഡൊമൈൻ ഓർത്തിരിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഡൊമൈൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാ ഡൊമൈൻസും കുറച്ചും കൂടെ ഈസി ആയിട്ട് മെമ്മറി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൊമൈൻ എന്നുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്, ഈ പേരുകളൊക്കെ ഓർത്തിരിക്കാനായിട്ട്. ഇപ്പൊ youtube.com നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്താൽ പോലും ഈ youtube.com കണക്ട് ചെയ്തിരിക്കുന്ന ഏത് IP അഡ്രസ് ആണെന്ന് ഈ സെർച്ച് എഞ്ചിൻ ഐഡന്റിഫൈ ചെയ്ത് ആ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഇല്ല, നിങ്ങൾ IP അഡ്രസ് സ്റ്റാർട്ട് ചെയ്താൽ പോലും കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഡൊമൈൻ എന്നുള്ളൊരു മേജർ ഇമ്പോർട്ടൻറ്റ് തിങ് തന്നെയാണ് എപ്പോഴും. അടുത്ത, ഞാൻ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ് SSLന്റെ കേസ്. SSLും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഡേറ്റ സെക്യൂർ ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ്, ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് എന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ആ പേയ്മെന്റ് ഒക്കെ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട് നിങ്ങളെ കയ്യിൽ തന്നെ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ വെബ്സൈറ്റ് അത്രമാത്രം സെക്യൂർ ആയിരിക്കണം. അപ്പൊ സെക്യൂരിറ്റിന്റെ ഒരു ബേസിക് പാർട്ടാണ് ഈ സെക്യൂർഡ് സോക്കറ്റ് ലെയർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, ഇതൊരു ഫണ്ണി എക്സാമ്പിൾ ആണ്. ഒരു കേക്ക് നിങ്ങൾ ജസ്റ്റ് ബേക്കറി പോയി വാങ്ങിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബേക്കറി പോയി ആ ഒരു കേക്ക് വാങ്ങിച്ചിട്ട് തിരിച്ച് ആ പാക്കൊന്നും ചെയ്യാതെ ജസ്റ്റ് ആ കേക്ക് വാങ്ങിച്ച് ജസ്റ്റ് അതോടെ തന്നെ നിങ്ങൾ റോഡെല്ലാം ക്രോസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഫുള്ള് ഡസ്റ്റായി ഒരു കേക്ക് ഒരു പരുവായിട്ട് ബാക്ടീരിയ എല്ലാം കയറി ഇരിക്കും. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് ചിലപ്പം എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. ഇതുപോലെ തന്നെയാണ് വെബ്സൈറ്റ്. ഇപ്പം നിങ്ങൾ ഒരു കസ്റ്റമേഴ്സ് നിങ്ങൾ വെബ്സൈറ്റിലോട്ട് കയറി അവർ തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റാസും കാര്യങ്ങളൊക്കെ ലീക്ക് ആവാനും അവരുടെ പ്രൈവസി അവരെ ബാധിക്കാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ബേക്കറിക്കാരെന്ത് ചെയ്യും, ഇങ്ങനത്തെ ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി അവർ പാക്ക് ചെയ്ത് വിടുമ്പോഴത്തേക്ക് ഈ വൈറസ് ബാക്ടീരിയ ഒന്നും അവരെ കേക്കിലോട്ട് വരത്തുമില്ല. നിങ്ങൾ കുറച്ചുകൂടെ കേക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും. ഈ സെയിം പ്രോസസ്സിനാണ് ഇവിടെ വർക്ക് ആവുന്നത്. നിങ്ങൾ SSL യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഡേറ്റാസ് കുറച്ചുകൂടി എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും നേരെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തോട്ട് പോവുക. അപ്പം ആർക്കും അത് ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളുടെ ഡേറ്റാസും കാര്യങ്ങളും കുറച്ചുകൂടി കൂടുതൽ സെക്യൂർഡ് ആയിരിക്കും. അപ്പം SSL എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. എങ്ങനെ അറിയാൻ പറ്റും നമുക്കൊരു വെബ്സൈറ്റിൽ SSL ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്? ഇപ്പോൾ ഞാൻ ഹോസ്റ്റിംഗർ തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഹോസ്റ്റിംഗിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, കണ്ടോ? ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ കണക്ഷൻ ഈസ് സെക്യൂർ എന്ന് കാണാൻ പറ്റും. ചിലപ്പോൾ ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ആയിരിക്കും കാണുന്നത്. അതിൻ്റെ അർത്ഥം അതിൽ SSL ഇല്ല, ആ വെബ്സൈറ്റിൽ SSL കൊടുത്തിട്ടില്ല. അതായത് ആ വെബ്സൈറ്റ് സെക്യൂർഡ് അല്ല.
അതുകൊണ്ട് നമ്മൾ കയറുമ്പോൾ നമ്മളെ സൈഡിൽ നിന്ന് റിസ്ക് ആണ്. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ ഡൊമൈൻ ടീം ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കും ഈ ഒരു സെയിം ബാധിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഉണ്ട്. നമുക്ക് അതിന്റെ വാലിഡിറ്റി ഒക്കെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, സർട്ടിഫിക്കറ്റ് ഈസ് വാലിഡേറ്റ്, അതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് വരെയാണ് ഇതിന്റെ വാലിഡിറ്റി ഉള്ളത്. ഓക്കെ, അതായത് ഫെബ്രുവരി 7, 2026 വരെയാണ് വാലിഡിറ്റി. അതിനുശേഷം ഇത് എക്സ്പയർ ആയി പോകുമോ എന്നുള്ള ഡൗട്ട് കാണും നിങ്ങൾക്ക്. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഹാക്ക് ചെയ്യാലോ. ഇല്ല ഗൈസ്, ഈ സെക്യൂരിറ്റി എപ്പോഴാണോ ബ്ലോക്ക് ആവുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവുന്നത് അപ്പോൾ തന്നെ അടുത്ത സെക്യൂരിറ്റി ഓൺ ആവുകയും ചെയ്യും. അതൊരു ഫ്രാക്ഷൻ ഓഫ് ടൈം പോലും കിട്ടത്തില്ല ഹാക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് വെബ്സൈറ്റ് എപ്പോഴും സെക്യൂർ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട്, അതായത് ഫ്രീ ആയിട്ട്, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാം, അതുകൊണ്ട് ഫ്രീ ആയിട്ട് എങ്ങനെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹോസ്റ്റിംഗ് വാങ്ങിക്കാനായിട്ട് പൈസ കണ്ടല്ലോ, പേയ്മെന്റ് എത്രയൊക്കെ ആവും എന്നുള്ളത്. ഡൊമൈൻ വാങ്ങിക്കാനും അത്യാവശ്യം എമൗണ്ട് ഒക്കെ ആവും. അപ്പോൾ ഈ എമൗണ്ട് നിങ്ങൾക്ക് ഇനിഷ്യലി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ കൈ കാണില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. നമ്മൾ ഈ കോഴ്സിൽ പ്യുവർലി ഫ്രീ ആയിട്ടായിരിക്കും പോകുന്നത്. നിങ്ങൾ വലിയ എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം ഹോസ്റ്റിങ്ങും ഡൊമൈനും ഫ്രീ ആയിട്ട് എടുക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നായിരിക്കും നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നതും പബ്ലിഷ് ചെയ്യാൻ പോകുന്നതും. ബട്ട് ഇത് പ്യുവർലി ഒരു ലേണിംഗ് പർപ്പസ് ആയിട്ട് മാത്രം നിങ്ങൾ കാണുക. ബട്ട് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു വെബ്സൈറ്റ് പർച്ചേസ് തന്നെ ചെയ്തിരിക്കണം. വലിയ എമൗണ്ട് ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല. കൂടിപ്പോയി ഒരു 3000 rupees ആവുമായിരിക്കും ഒരു ഡൊമൈൻ ഹോസ്റ്റിംഗ് കൂടെ പർച്ചേസ് ചെയ്യാനായിട്ട്. ബെറ്റർ ആ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത് ഡിപ്പെൻഡ് ചെയ്യുക. ബട്ട് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ വേർഡ്പ്രസ് എന്താണെന്ന് പഠിക്കാൻ, ഒരു വെബ്സൈറ്റ് സ്ക്രാച്ച് ചെയ്ത് ബിൽഡ് ചെയ്യാൻ എല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്ന ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോകാം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ഇൻഫിനിറ്റി ഫ്രീ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് ജസ്റ്റ് ലേണിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. അല്ല, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദയവ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. കാരണം ഇത് ഒട്ടും സെക്യൂർഡ് അല്ല. അതേപോലെ തന്നെ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സ്പേസ് കുറവായിരിക്കും. അതുകൊണ്ട് വെബ്സൈറ്റ് നല്ല സ്ലോ ആയിരിക്കും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ആ സ്ലോനെസ് ഫീൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമായതുകൊണ്ട് നമുക്ക് ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി എക്സ്ട്രാ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് കുറച്ചും കൂടെ അവിടെ സേവിങ്സ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യാണ്. എൻ്റെ പേഴ്സണൽ മെയിൽ ഐ ഡിയും കാര്യങ്ങളും കൊടുത്തായിരിക്കും ഞാൻ ലോഗിൻ ചെയ്യുന്നത്. നിങ്ങൾക്കൊരു അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുക, നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ വിത്ത് സൈൻ അപ്പ് ഗൂഗിൾ കൊടുക്കുക. ഹ്യൂമൻ അല്ലാതെ വെരിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒബ്വിയസ്ലി നിങ്ങളുടെ ഗൂഗിളിലെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കേണ്ടി വരും. ഇപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ യൂസർ നെയിമും അതേപോലെ പാസ്വേഡാണ് ഞാൻ ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പാസ്വേഡ് തരുമ്പം സ്വാഭാവികമായി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഓൾറെഡി എനിക്ക് ഈ ഒരു മെയിൽ ഐ ഡിയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഡയറക്റ്റ്ലി ലോഗിനിലോട്ടായിരിക്കും പോകുന്നത്. ബട്ട് നിങ്ങൾക്ക് ലോഗിൻ ആയിരിക്കത്തില്ല. പകരം നിങ്ങളുടെ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാനൊക്കെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ OTP ഒക്കെ അങ്ങോട്ട് പോരും ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഞാൻ രജിസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും ചോദിച്ചില്ല. ജസ്റ്റ് ഡയറക്റ്റ്ലി ലോഗിൻ ആണ് ചോദിക്കുന്നത്. ജസ്റ്റ് എനിക്ക് ലോഗിൻ ചെയ്താൽ മാത്രം മതിയായിരിക്കും. ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, സോ ലോഗിൻ ക്ലിക്ക് ചെയ്തിടുമ്പോൾ ഈ ഒരു ഡാഷ്ബോർഡ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 3 ഹോസ്റ്റിംഗ് വരെ നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാം. ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് വഴി 3 ഡൊമൈൻ. അപ്പം നിങ്ങൾക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം, ഒരു ബിസിനസ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, അതും അല്ലാന്നുണ്ടെങ്കിൽ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് ആണ്. 3 ഹോസ്റ്റിംഗ് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ഫ്രീ ആയിട്ട് കിട്ടും. സോ നമുക്ക് ആദ്യം ഒരു ഹോസ്റ്റിംഗ് ക്രിയേറ്റ് ചെയ്യാം. ഹോസ്റ്റിംഗ് എന്താ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ്, ജസ്റ്റ് ഒരു സ്പേസ് ആണ്. സ്പേസ് നമുക്കിവിടെ 4 രീതിയിൽ കിട്ടുന്നുണ്ട്. $0 $2 $4 $7 നമ്മൾ ഫ്രീ ആണ് യൂസ് ചെയ്യുന്നത്. സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. 5 GB സ്പേസേ ഉള്ളൂ. അതായത് ഒരു ഭയങ്കര കുഞ്ഞ് വെബ്സൈറ്റ് ആണ്. SSL കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര കുഞ്ഞ് വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെ, ലൈക്ക് $0. സോ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇത്രയുള്ള പ്രോസസ്സ്. കാരണം നമ്മൾ നോർമലി ആണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റിംഗറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ടു കാർട്ട് എടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഹോസ്റ്റിംഗിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരാം ഈ സെക്ഷനിൽ തന്നെ. അതേപോലെ തന്നെ നമുക്കിവിടെ സബ് ഡൊമൈൻ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്, ഡൊമൈൻ ആയിരിക്കത്തില്ല. ഓക്കെ ഗൈസ്, ഡൊമൈൻ എടുക്കാനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഡൊമൈൻ നിങ്ങൾ പർച്ചേസ് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ ഡൊമൈൻ കസ്റ്റമൈസ് ഡൊമൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇല്ല, നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടൊരു ഡൊമൈൻ ഉണ്ടെങ്കിൽ ആകെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സബ് ഡൊമൈൻ എടുക്കുക.
അപ്പോൾ എന്താണ് ഈ സബ് ഡൊമൈൻ എന്ന് പറയുന്നത്? അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓൾറെഡി ഒരു ഡൊമൈൻ ഉണ്ട്. ഇപ്പൊ infinity-free.me എന്നൊരു ഡൊമൈൻ ഒരു ടീം വാങ്ങിച്ചു വച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഡൊമൈൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ഒരു ഡൊമൈനിന്റെ അണ്ടറിൽ വരുന്ന ഡൊമൈൻ. ഇപ്പോൾ grranjit.com എന്നൊരു ഡൊമൈൻ, അതിന്റെ സബ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ blog.grranjit.com അല്ലെങ്കിൽ unlearn.grranjit.com, അങ്ങനെ വേറൊരു പേര് കൂടെ അതിന്റെ കൂടെ കാണും. അതായത് ഓൾറെഡി infinity-free.com എന്നൊരു ഡൊമൈൻ കാണും, അതിന്റെ കൂടെ നമുക്കൊരു ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ രഞ്ജിത്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സബ് ഡൊമൈൻ പേര് അല്ലെങ്കിൽ ഈ വെബ്സൈറ്റ് വർക്ക് ആകാൻ പോകുന്നത് ranjit.infinity-free.me എന്നുള്ള പേരിലായിരിക്കും. നമുക്ക് സബ് ഡൊമൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതിനൊരു മേജർ ഫോൾട്ട് എന്താണെന്ന് പറയാം. ഇൻഫിനിറ്റി ഫ്രീ ആണ് ഗൈസ്, ഫ്രീ സാധനമാണ്. ഉറപ്പായിട്ട് കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഭയങ്കര ഹൈ ആണ്. പക്ഷേ നിങ്ങൾ മേജർലി ഒരു പ്രീമിയം വെബ്സൈറ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസ് ഒന്നും കാണത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇത് ഇഗ്നോർ ചെയ്യാം. ബട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കിയേ പറ്റത്തുള്ളൂ. ഇതിൽ മിക്കതും ചിലപ്പം ഡൊമൈൻ വർക്കിംഗ് ആവാത്ത ഒരുപാട് കാണാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡൊമൈൻ വർക്ക് ആവാത്ത പ്ലാറ്റ്ഫോം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സബ് ഡൊമൈനും വർക്ക് ആവത്തില്ല. അപ്പോൾ ആ ഒരു ഹോസ്റ്റിംഗ് സ്പേസ് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഡൊമൈൻ വർക്ക് ആവുന്ന ഇപ്പം എനിക്ക് തോന്നുന്നു infinity-free.me ചിലപ്പോൾ വർക്ക് ആവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ranjit.infinity-free.me നമുക്ക് അവൈലബിലിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കാൻ പറ്റും. കുഴപ്പമില്ല, ആരും പർച്ചേസ് ചെയ്തിട്ടില്ല. നമുക്കിവിടെ മെയിൽ കൺസേൺ കൊടുക്കാം. ഐ അപ്രൂവ് കൊടുത്തു, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു. ജസ്റ്റ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് ടൈം ഉണ്ട്. ഇവിടെ സേവ് ആവാനൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവരിപ്പോൾ കൊടുക്കുകയാണ്. ചെറിയൊരു ടൈം പോകുന്നുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് സേവ് ആവാനായിട്ടും അതേപോലെ ഈ അക്കൗണ്ട് ക്രിയേറ്റ് ആവാനായിട്ടും. സോ മേജർ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, ഇപ്പം നമ്മൾ സബ് ഡൊമൈനും എടുത്തു, ഹോസ്റ്റിംഗ് എടുത്തു. ഇതുവരെ നമ്മൾ വേർഡ് പ്രസ് ടച്ച് ആക്കിയിട്ടില്ല. വേർഡ് പ്രസ് എന്താണെന്നുള്ളത് നമ്മൾ ഇതുവരെ കവറപ്പ് ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ അടുത്തതിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ സബ് ഡൊമൈൻ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഡാഷ്ബോർഡ്. നമ്മളുടെ ഈ ഒരു ഡൊമൈനിന്റെ ഡാഷ്ബോർഡ് ഡൊമൈൻ അവിടെ കാണാൻ പറ്റും. ranjit.infinity-free.me നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അത് വർക്ക് ആവുന്നുണ്ടോ, ഡൊമൈൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കാം. വരത്തില്ല, എന്നാലും ജസ്റ്റ് നമുക്കത് നോക്കാം. ജസ്റ്റ് ഒരു ക്രോപ്പ് ചെയ്തു, വേറെ ടാബ് എടുത്തു, പേസ്റ്റ് ചെയ്തു, സെർച്ച് കൊടുത്തു. ഓക്കെ, ഇതാ ഇൻഫിനിറ്റി ഫ്രീ അത് റെഡിയാക്കി എന്നൊക്കെയാണ് കാണിക്കുന്നത്. കണ്ട നമ്മളുടെ വെബ്സൈറ്റ് അല്ല വരുന്നത് ഇൻഫിനിറ്റി ഫ്രീ, കാരണം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ കാണാൻ പറ്റുന്നത്. അടുത്ത നമ്മൾ കൺട്രോൾ പാനലിൽ പോയി നമ്മളുടെ മേജർ ടോപ്പിക്, നമ്മൾ ഇതുവരെ മേജർ ടോപ്പിക്കിലൂടെ എത്തിയില്ല. ഇനിയാണ് നമ്മൾ കടക്കാൻ പോകുന്നത് വേർഡ് പ്രസ്. എന്താണ് വേർഡ് പ്രസ്, എന്തിനാണ് നമ്മൾ വേർഡ് പ്രസ്? ഇത്രയും കോഡിംഗ് പ്ലാറ്റ്ഫോം എല്ലാം ഉണ്ട്, ഇത്രയും AI ടൂൾസ് ഇപ്പോഴും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇതെല്ലാത്തിനെയും ബൂം ചെയ്തുകൊണ്ട് എല്ലാവരെയും പൊട്ടിച്ചുകൊണ്ട് ടോപ്പിൽ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വേർഡ് പ്രസ്. എന്തിനാണ് എല്ലാവരും വേർഡ് പ്രസിന് ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മിക്ക വെബ്സൈറ്റും വേർഡ് പ്രസ് വഴി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്രയും പോപ്പുലാരിറ്റി വേർഡ് പ്രസിന് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഇതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെവലപ്പറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഡെവലപ്പറിന് അവർ ലാംഗ്വേജ് യൂസ് ചെയ്യും, പല രീതിയിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ട് എൻഡ് യൂസ് ചെയ്യാം, അവർക്ക് ബാക്ക് എൻഡ് യൂസ് ചെയ്യേണ്ടി വരും. വലിയ വെബ്സൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ബാക്ക് എൻഡ് വേണ്ടി വരും. കുഞ്ഞ് ബിസിനസ് വെബ്സൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡ് മാത്രം വേണ്ടി വരും. ഫ്രണ്ട് എൻഡിൽ തന്നെ ഒരുപാട് ലാംഗ്വേജസ് വരുന്നുണ്ട്. HTML, CSS, JS, jQuery, React, അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഫ്രണ്ട് എൻഡിൽ മാത്രം വേണ്ടി വരും. അറ്റ് ദ സെയിം ടൈം ബാക്ക് എൻഡിൽ വരുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ .NET വരുന്നുണ്ട്, Node.js വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരുപാട് ലൈക്ക് C#, അങ്ങനെ കുറേ ലാംഗ്വേജസ് നമുക്ക് ബാക്ക് എൻഡിൽ വരുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതായത് ചെയ്യാൻ എക്സ്പെൻസീവ് ആണെന്നല്ല, പക്ഷേ ഇതൊക്കെ ഒരു ഡെവലപ്പറിനെ ഹയർ ചെയ്യുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും, അവർ കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും. സോ ഇതൊക്കെ കുറച്ച് അവരുടെ എക്സ്പെൻസീവ് ചാർജിൽ വരുന്നത്. മിനിമം ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചാർജ് ചെയ്യുന്നത് 35,000 rupees മുതൽ 3 lakhs, 4 lakhs, 5 lakhs വരെ വാങ്ങിക്കുന്ന ടീംസ് ഉണ്ട്. കാരണം അത്രമാത്രം ആ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാനായിട്ട്. ഇത്ര എഫേർട്ട് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വഴി ഒരു കോഡിങ്ങും അറിയാതെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ചോയ്സ് ആണ് വേർഡ് പ്രസ്. അതിന് നമുക്ക് ഒരുപാട് ക്ലാസിഫിക്കേഷൻ, അതായത് വേർഡ് പ്രസ് മാത്രമല്ല, ഇല്ലാതെ വേറെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. ലൈക്ക് ഷോപ്പിഫൈ ഉണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ വിക്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ അതിലെന്തുകൊണ്ടാണ് വേർഡ് പ്രസ്? വേർഡ് പ്രസിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യും. കുറച്ചും കൂടെ ഈസിയാണ്, അതായത് കുറച്ചും കൂടെ ആൾക്കാർക്ക് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് വേർഡ് പ്രസിനെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. വേർഡ് പ്രസിൽ നമുക്ക് ഒരുപാട് പ്ലഗിൻസ് ഒക്കെ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മൾ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ നമുക്ക് പോവാം. സോ നമുക്ക് വേർഡ് പ്രസിലോട്ട് എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ കൺട്രോൾ പാനലിലോട്ട് കയറാം. കൺട്രോൾ പാനലിൽ ഇത് ഒന്നുകൂടെ പറയാണ്, വേർഡ് പ്രസ് ഈ ഒരു പ്ലാറ്റ്ഫോം, അതായത് ഇൻഫിനിറ്റി ഫ്രീയിൽ മാത്രമാണ് ഇത്രയും പ്രൊസീജിയേഴ്സ് വരുന്നത്. നോർമലി ഹോസ്റ്റിംഗ് റേറ്റ് അല്ലെങ്കിൽ ഗോഡാഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി വേർഡ് പ്രസുമായിട്ട് കണക്ട് ആണ്. നിങ്ങൾ ജസ്റ്റ് സെറ്റപ്പ് കൊടുത്താൽ മാത്രം മതി, അങ്ങ് കണക്ട് ആയി പോയിക്കോളും, പ്രശ്നമൊന്നുമില്ല. സോ നമുക്കിവിടെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഐ അപ്രൂവ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക.
നിങ്ങൾക്ക് ഈ ഇൻഫിനിറ്റി ഫ്രീയുടെ ഡാഷ്ബോർഡിലോട്ട് പോകും. ഇതാണ് സി പാനൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺട്രോൾ പാനൽ എന്ന് പറയും. കൺട്രോൾ പാനലിലെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളർ കാണാൻ പറ്റും. സോഫ്റ്റ്വെയർ പ്ലസ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളർ കാണാൻ പറ്റും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ വേർഡ്പ്രസ് അക്കൗണ്ട് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഇൻഫിനിറ്റി ഫ്രീ, ഒന്നുകൂടെ പറയാം, ഇങ്ങനെയാണ് ഇൻഫിനിറ്റി ഫ്രീയിൽ വേർഡ്പ്രസ് ആക്സസ് ചെയ്യുന്നത്. ഗോഡാഡിയും ഹോസ്റ്റിംഗറും അല്ലെങ്കിൽ ബ്ലൂ ഹോസ്റ്റോ ഏത് പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിലും വേർഡ്പ്രസ് കൂടെ ഇൻബിൽഡ് തന്നെയാണ്. ഇതേപോലെ എക്സ്ട്രാ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് സെറ്റപ്പ് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി വേർഡ്പ്രസിലോട്ട് അവർ കണക്ട് ചെയ്ത് വിടും. ഇത് ശേഷമുള്ള സ്റ്റെപ്പ് ഓൾമോസ്റ്റ് സെയിം, അല്ലെങ്കിൽ വേർഡ്പ്രസ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുത്തു. ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡൊമൈൻ കാണാൻ പറ്റും. ജസ്റ്റ് സൈറ്റിന്റെ പേര് കൊടുക്കുക, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ കൊടുക്കുക, പിന്നെ ഒരു അഡ്മിൻ നെയിം. ഞാനിപ്പോൾ അഡ്മിന് തന്നെയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്കൊരു പാസ്വേഡും കൂടെ കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഞാനൊരു പാസ്വേഡ് ക്രിയേറ്റ് ഉണ്ട്. അത്യാവശ്യം സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. എൻ്റെ മെയിൽ ID ഓൾറെഡി കണക്റ്റഡ് ആണ്. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാം. കുറച്ച് ടൈം എടുക്കും. വേർഡ്പ്രസിന്റെ ഇൻഫിനിറ്റി ഫ്രീ വഴിയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളിവിടെ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാളേഷൻ ഫെയിൽഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. ഇപ്പം എൻ്റെ കേസിൽ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്, ഇൻസ്റ്റാൾ സക്സസ്ഫുള്ളി കാണിക്കുന്നുണ്ട്. ചില സിനാരിയോയിൽ ഇത് ഇൻസ്റ്റാൾ ആവത്തില്ല. ആയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല ഗൈസ്. ഒന്ന് ബാക്ക് പോവുക, വീണ്ടും കൺട്രോൾ പാനലിൽ വരിക. കൺട്രോൾ പാനലിൽ വന്നിട്ട് വീണ്ടും നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാളറിൽ പോവുക, വീണ്ടും വേർഡ്പ്രസിൽ പോവുക, വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരത്തില്ല, കാരണം അത് ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ നിങ്ങൾ കാണാത്തതുകൊണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാളേഷൻ സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് വീണ്ടും സി പാനലിൽ വരിക. സി പാനൽ ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾ വേർഡ് ഇൻഫിനിറ്റി പോവുക, അവിടെ കൺട്രോൾ പാനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സി പാനൽ കിട്ടും. അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റാളർ ആപ്പ് ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ ആയിരിക്കും വരിക. ഇത് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ 1 എന്ന് കാണിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ 1 എന്ന് കാണിക്കത്തില്ല, 0 ആയിരിക്കും. 0 ആണ് കാണിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അല്ല 1 എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്പ്രസ് ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വേർഡ്പ്രസിലോട്ട് എത്തിപ്പെടാനും പറ്റും. ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സെക്ഷനാണ്, ഈ ഒരു പേജാണ്. ഇവിടെ നിങ്ങൾക്ക് 2 ലിങ്കാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നേരെ നമ്മൾ ഓൾറെഡി നമ്മളുടെ ഡൊമൈനിലോട്ട് കയറിയപ്പോൾ ഈ ഒരു പേജാണ്. പക്ഷെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കളി അങ്ങോട്ട് മാറും. ഈ പേജിന് കുറച്ച് ചേഞ്ചസ് വന്നു, കുറച്ചല്ല മൊത്തത്തിൽ ഒന്ന് ചേഞ്ചായി. ഒരു മൈ ബ്ലോഗ്, നമ്മളിവിടെ എൻ്റെ ഇതിൽ മൈ ബ്ലോഗ് എന്ന് വരാനുള്ള റീസൺ എൻ്റെ പേര്, കമ്പനിയുടെ ടൈറ്റിൽ ഞാൻ മൈ ബ്ലോഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഞാൻ ഡീഫോൾട്ട് ഡിസ്ക്രിപ്ഷനും കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ആയിരിക്കും പേര് വരുന്നത്, ബട്ട് സെയിം ഒരു ടെംപ്ലേറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് അവിടെ വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ. അതായത് നമ്മളെ വെബ്സൈറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്, അതായത് നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമ്മളെ വെബ്സൈറ്റുമായിട്ട്. 2 ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്നെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൊമൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡൊമൈൻ്റെ ലിങ്കും അതേപോലെ തന്നെ നമ്മളുടെ വേർഡ്പ്രസ് ലിങ്ക്. ഇതാണ് നമ്മളെ വേർഡ്പ്രസ് ലിങ്ക്. അതായത് നമ്മൾ ഇനി വേർഡ്പ്രസ് ആക്സസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് ആയിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അതിനുള്ള യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ഓൾറെഡി കുറച്ച് നേരം മുമ്പേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ യൂസർ നെയിം പാസ്വേഡ് മറക്കാൻ പാടില്ല, അത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഫ്യൂച്ചറിൽ ലോഗിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ 2 ലിങ്കും ആ യൂസർ നെയിം പാസ്വേഡും സേവ് ചെയ്ത് വയ്ക്കുക. എക്സൽ ഷീറ്റിലോ നോട്ട് പാഡിലോ മൊബൈലിലോ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സായി പോയാൽ കുറച്ച് പാടാണ് കിട്ടാനായിട്ട് ബാക്കിയുള്ളതെല്ലാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു സംഭവം കാണാൻ പറ്റും, HTTP. സാധാരണ ഇവിടെ HTTPS ആണല്ലോ. ഈ എസ് ഇല്ലാതെ HTTP എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങൾ എപ്പോഴും നോക്കിയപ്പം ചിലവരെങ്കിലും സ്പോട്ട് ചെയ്ത് കാണും. അത് വേറെ ഒന്നുമല്ല, ഈ HTTP എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്താൽ നമ്മുടെ SSL ഇല്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ SSL ഇല്ല, അതാണ് HTTP എന്ന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ HTTPS ആണ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ നമ്മളെ SSL ഉണ്ട്. ഇപ്പം ഇവിടെ സെക്യൂരിറ്റി എന്നൊക്കെ കാണിക്കും, നമ്മൾ മെയിൻ വെബ്സൈറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് അതൊക്കെ പോകും. ഇപ്പോൾ ഇവിടെ HTTPS എന്നൊക്കെ കാണിക്കാൻ നമ്മൾ മേജർലി നമ്മുടെ വെബ്സൈറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എസ് മാറും പയ്യെ, കാരണം നമ്മുടെ വെബ്സൈറ്റ് സെക്യൂർഡ് അല്ല, അല്ലെങ്കിൽ സെക്യൂർഡ് സോക്കറ്റ് ലെയർ നമ്മുടെ വെബ്സൈറ്റിൽ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ HTTP വരുന്നത്. മിക്ക വെബ്സൈറ്റിലും അവിടെ HTTPS ആയിരിക്കും നിങ്ങൾ മിക്ക വെബ്സൈറ്റിലും കാണുന്നത്. അഥവാ നിങ്ങൾക്കൊരു ലിങ്കൊക്കെ നിങ്ങളെ വാട്സാപ്പിൽ വരുന്നുണ്ട്, അത് HTTPS ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സെക്യൂർഡ് അല്ല, അതിൽ സെക്യൂർഡ് സോക്കറ്റ് ലെയർ ഇല്ല, അല്ലെങ്കിൽ SSL ഇല്ല. അതാണ് അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മളുടെ വേർഡ്പ്രസ് ആയിട്ടുണ്ട്, നമ്മുടെ ഡൊമൈൻ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഹോസ്റ്റിംഗർ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് ഇനി വേർഡ്പ്രസിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് നമ്മളിപ്പോൾ ഹോസ്റ്റിംഗർ വഴിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഹോസ്റ്റിംഗർ വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ പ്ലാൻ ആദ്യം ചൂസ് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഒരു പ്രീമിയം പ്ലാനാണ് ചൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്തതിനു ശേഷം അവർ ചിലപ്പോൾ ലോഗിൻ ചെയ്യാൻ പറയും, അല്ലാന്നുണ്ടെങ്കിൽ നേരെ കാർട്ടിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, ഇതിൽ കാർട്ടിലോട്ട് പോയി ചിലപ്പോൾ മന്ത്സ് എത്ര മന്ത് ആണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ 12 മന്ത് ആണ് കൊടുക്കുന്നത്. 12 മന്ത് കൊടുക്കുമ്പോൾ റേറ്റ് ഇതാ 2620. ഇത് ഞാൻ പറയാം ഡൊമൈനും കൂടെ ചേർത്തിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ. പ്രീമിയം ഡൊമൈൻ എന്ന് നോക്കല് സാധാരണ ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. പ്രീമിയം ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഓൾറെഡി എടുത്തിട്ടുള്ള ഡൊമൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനേ പറ്റത്തില്ല. ഇപ്പോഴൊന്നും അത് എക്സ്പയർ ആയി പോവാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂ എടുക്കുക. കണ്ടിന്യൂ എടുക്കുമ്പോൾ ചിലപ്പോൾ ലോഗിൻ ചോദിച്ചു. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഹോസ്റ്റിംഗ് ഡൊമൈനും സംഭവമല്ല നമ്മൾ റെഡി ആയിട്ടുണ്ട്. അറ്റ് സെയിം ടൈം ഗോഡാഡി ആണെങ്കിലും സെയിം പരിപാടിയാണ്. നമുക്ക് നേരെ ബൈ നൗ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഫ്രീ ഡൊമൈൻ ഉണ്ട് കേട്ടോ. ബൈ നൗ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ SSL കൂടെ തന്നെ കാണും, ഫ്രീ SSL ഫോർ 1 year. അതായത് ഈ പ്ലാൻ എടുത്താൽ 1 വർഷത്തേക്ക് നിങ്ങൾക്ക് SSL കിട്ടത്തുള്ളൂ. ഈ പ്ലാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് SSL കിട്ടും. ഹോസ്റ്റിംഗിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ്. എനിക്കൊന്ന് പ്രീമിയം പ്ലാൻ മുതൽ അവർ SSL ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് SSL കാണാൻ പറ്റും ഹോസ്റ്റിംഗിലുള്ള കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗോഡാഡിയിലോട്ട് പോയി ഗോഡാഡിയിൽ നമുക്ക് ഈ ഒരു പ്ലാൻ എടുക്കാം. ഞാൻ ജസ്റ്റ് ബൈ നൗ കൊടുത്തു. അവർ മന്ത്സ് ചോദിക്കുന്നുണ്ട്, എത്ര മന്താണ് എക്സ്പെക്ട് ചെയ്യുന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഒരു 1 month കൊടുക്കുകയാണ്. ഓക്കെ, ഐ എം ഷുവർ എന്നുള്ള രീതിയിൽ 1 month ക്ലിക്ക് ചെയ്തു. 1 month ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ടു കാർട്ട് ക്ലിക്ക് ചെയ്തു. നേരെ കാർട്ട് പേജിലോട്ട് പോവുകയാണ്. അവർ ലോഗിൻ ചെയ്ത് അവിടെ ജസ്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ജസ്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ പ്രോസസ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി വേർഡ് പ്രസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, വേർഡ് പ്രസ് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മൾ വേർഡ് പ്രസിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് നേരെ റീഡയറക്റ്റ് ആവാൻ പോകുന്നത് നിങ്ങളെ വേർഡ് പ്രസിന്റെ ബാക്ക് എൻഡിലാണ്. സോ വേർഡ് പ്രസിന്റെ ബാക്ക് എൻഡാണ് ഇപ്പോൾ കറന്റ് ലോഡായി വരുന്നത്. ഫസ്റ്റ് ടൈം ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് ലോഡിംഗ് ടൈം എടുക്കും. അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഫിനിറ്റി ഫ്രീ ആണ്. കുറച്ച് ടൈം എടുക്കും എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആവാൻ. ബട്ട് നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഇതാണ് നമ്മളെ വേർഡ് പ്രസിന്റെ ഡാഷ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് cPanel കവർ ചെയ്തു. അതിനുശേഷം ഡാഷ് ബോർഡിലോട്ട് വന്നു. വേർഡ് പ്രസ് ഫുൾ ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഡാഷ് ബോർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് cPanel എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹോസ്റ്റിംഗ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് cPanel. ഹോസ്റ്റിംഗും വേർഡ് പ്രസും രണ്ടാണ്. ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, ജസ്റ്റ് സ്പേസ് ആണ്. നിങ്ങളുടെ ഈ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന പ്ലാറ്റ്ഫോം ആണ്. ബട്ട് വേർഡ് പ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രീമിയം ടൂളാണ് വേർഡ് പ്രസ്. അതുകൊണ്ട് രണ്ടും കൂടെ ഒരിക്കലും കൺഫ്യൂസ് ആവല്. വേർഡ് പ്രസ് ടൂളിന്റെ സഹായത്താലാണ് നമ്മളെ വെബ്സൈറ്റ് ഫുൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ വേർഡ് പ്രസിനകത്ത് തന്നെ നമ്മൾ വീണ്ടും കുറെ ടൂൾസ് യൂസ് ചെയ്യും കേട്ടോ. ഇപ്പൊ വേർഡ് പ്രസ് എന്ന് പറഞ്ഞ ടൂള്, ഈ ടൂളിനകത്ത് നമ്മൾ ടൂൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. കേൾക്കുമ്പോൾ അയ്യോ കുറെ ഉണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട, എളുപ്പമാണ്. പഠിച്ച ഒരു നാക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. പോസ്റ്റ് ഉണ്ട്, മീഡിയ ഉണ്ട്, പേജ് ഉണ്ട്, കമന്റ് ഉണ്ട്, അപ്പിയറൻസ് ഉണ്ട്, പ്ലഗിൻ ഉണ്ട്, യൂസർ ഉണ്ട്, ടൂൾസ് ഉണ്ട്, സെറ്റിംഗ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് നമുക്കിവിടെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി വേർഡ് പ്രസിന്റെ ഡാഷ്ബോർഡ്. നമുക്കിവിടെ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളും അങ്ങനെ കുഞ്ഞു ഡേറ്റാസ് ഒക്കെ നമ്മളെ വെബ്സൈറ്റിന്റെ ഹെൽത്ത് എല്ലാ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സ്മോൾ പ്ലേസ്. അതാണ് ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് താഴെ നമുക്ക് അപ്ഡേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് നമുക്ക് ഏതെങ്കിലും പുതിയൊരു അപ്ഡേറ്റ്, ഏതെങ്കിലും പ്ലഗിൻസ് ഒക്കെ ഞാൻ പറഞ്ഞു കുറേ ടൂൾസ് ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ടൂൾസ് ഒക്കെ ചിലപ്പോൾ മന്തിലേക്ക് ചിലപ്പോൾ ഒരു അപ്ഡേഷൻ വരും, ചിലപ്പോൾ വീക്ക്ലി വരും, ചിലപ്പോൾ ഡെയിലി വരും. ആ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഏതൊക്കെ വന്നിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ കുറച്ച് പാടായുണ്ട്. അതിന് വേണ്ടി മാത്രം ഒരു സെക്ഷൻ വിട്ടിട്ടുണ്ട്. ഈ സെക്ഷനിൽ നമുക്ക് ജസ്റ്റ് അപ്ഡേറ്റ് ടു വെർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാരണം ഞാൻ അപ്ഡേറ്റ് ചെയ്തത് വേർഡ് പ്രസിന്റെ തന്നെ ഒരു അപ്ഡേഷനാണ്. അത് ജസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അപ്ഡേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ്സിൽ വരും. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്ഡേറ്റ്സ് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് നമുക്ക് എവിടെയാണെന്ന് സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. അപ്ഡേറ്റ്സ് എന്തിൻ്റെയൊക്കെ വരാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ വേർഡ് പ്രസിന്റെ അപ്ഡേറ്റ് വരാം. രണ്ടാമത് പ്ലഗിൻ. ഞാൻ പറഞ്ഞല്ലോ വേർഡ് പ്രസ് എന്ന് പറയുന്ന ടൂളാണ്. ഈ ടൂളിനകത്ത് തന്നെ കുറേ ടൂൾസ് ഉണ്ട്. ഈ ടൂൾസിനെയാണ് നമ്മൾ പ്ലഗിൻ എന്ന് പറയുന്നത്. പ്ലഗിൻസിന് അപ്ഡേറ്റ് വരാം. പിന്നെ നമുക്ക് തീമുണ്ട്, അല്ലെങ്കിൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പിയറൻസ് ആണ് തീം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മൊബൈലിലൊക്കെ നമുക്കൊരു തീംസ് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമല്ലോ, കാർട്ടൂൺ അനിമേഡ് ഒക്കെ തീം. ഇതുപോലെ നമുക്ക് വെബ്സൈറ്റിൽ ഒരു തീംസ് നമുക്ക് യൂസ് ചെയ്യാം. ആ തീംസിന് അപ്ഡേറ്റ് വരും. അങ്ങനെ ഈ 3 അപ്ഡേറ്റ്സ് ആയിരിക്കും മേജർലി നമുക്കിവിടെ കാണാൻ സാധിക്കുക. അടുത്ത വരുന്നതാണ് പോസ്റ്റ്. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർലി ബ്ലോഗ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്ന ബ്ലോഗ്. ഇപ്പൊ വെബ്സൈറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേജസ് കാണും.
ഹോം പേജ് കാണും, എബൌട്ട് അസ് പേജ് കാണും, അങ്ങനെ ഒരുപാട് പേജസ് കാണും. ഈ പേജസും കൂടാതെ ബ്ലോഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണും. മിക്ക വെബ്സൈറ്റിലും ബ്ലോഗ് എന്നൊരു മാത്രം ഒരു സെക്ഷൻ കാണും. അവരുടെ പുതിയ പുതിയ അപ്ഡേറ്റ്, അതേപോലെ അവരുടെ കേസ് സ്റ്റഡി കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ. ഈ സെക്ഷൻ എന്താണെന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ഒരു ബ്ലോഗൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പോകാം. എന്തായാലും നിങ്ങൾ ഒരു ബ്രീഫ് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ പോസ്റ്റ് എന്താണെന്നുള്ളത്. നമുക്ക് ഓൾ പോസ്റ്റ് ഉണ്ട്, ന്യൂ പോസ്റ്റ് ഉണ്ട്, കാറ്റഗറി ഒക്കെ. അതായത് ഇപ്പോൾ ഒരുപാട് ബ്ലോഗ്സ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബ്ലോഗ് ഓരോ കാറ്റഗറിയിൽ അണ്ടറിൽ നമുക്ക് ഇടാൻ പറ്റും. ഇത് കുറച്ച് ബോറടി ക്ലാസ് ആയിരിക്കും, കാരണം കൂടുതൽ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ കുറച്ചുകൂടി എൻഗേജിങ് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ മീഡിയാസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാം, അത് ഇമേജ് ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫോണ്ട് ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് മീഡിയ എന്നുള്ള സെക്ഷനിലായിരിക്കും വരിക. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് എ ന്യൂ മീഡിയ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ മീഡിയ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് എന്തെങ്കിലും വെബ്സൈറ്റിൽ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് എ ന്യൂ മീഡിയ ക്ലിക്ക് ചെയ്താലും സെയിം പേജിലോട്ട് തന്നെയായിരിക്കും നിങ്ങൾ പോകാൻ പോകുന്നത്. പിന്നെ വരുന്നതാണ് പേജസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഹോം പേജ് കാണും, എബൌട്ട് അസ് പേജ് കാണും, കോൺടാക്ട് അസ് പേജ് കാണും, ചിലപ്പോൾ സർവീസ് പേജ് കാണും, ഷോപ്പ് പേജ് കാണും, ഒരുപാട് പേജസ് കാണും. ടെസ്റ്റിമോണിയൽ പേജ്, FAQ പേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത പേജസ് കാണും. ഈ പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സെക്ഷനാണ് നമ്മൾ ഈ പേജസ്. ഓൾ പേജസ് ക്ലിക്ക് ചെയ്താൽ എല്ലാ പേജസും കാണാൻ പറ്റും. ആഡ് എ ന്യൂ പേജ് ക്ലിക്ക് ചെയ്താൽ പുതിയൊരു പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് എ ന്യൂ ബട്ടൺ ഉണ്ട്, ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് 2-3 ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പബ്ലിഷ്ഡും ഉണ്ട്, ഡ്രാഫ്റ്റും ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു പേജ് ഡ്രാഫ്റ്റിൽ ഇടുകയാണ്, അതിൽ നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടില്ല, ആൾക്കാർക്ക് കാണാൻ പറ്റില്ല, ഇപ്പോഴും നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റിലായിരിക്കും കിടക്കുക. നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പബ്ലിഷ് എന്നുള്ള സെക്ഷനിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇല്ലെങ്കിൽ എല്ലാം, അതായത് പബ്ലിഷ്ഡും ഡ്രാഫ്റ്റും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റും. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു പേജാണ് പ്രൈവസി പോളിസി. പ്രൈവസി പോളിസി എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്കമിങ് സെക്ഷനിൽ സാമ്പിൾ പേജസും ഉണ്ട്. സാമ്പിൾ പേജസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവർ തന്നെ ഒരു പേജ് സജസ്റ്റ് ചെയ്ത് തരുന്നതാണ് നമുക്ക്. അതുപോലെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ കമന്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്ലോഗൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ ബ്ലോഗ് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഇ-കോമേഴ്സ് പ്രോഡക്റ്റ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോഡക്ട്സിനൊക്കെ ഒരുപാട് കമന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലേ? ഈ കമന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ ആയിരിക്കും നമ്മൾക്ക് വന്ന് കിടക്കുക. അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു 10 പ്രോഡക്റ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തു. ഈ 10 പ്രോഡക്റ്റ്, ഓരോ പ്രോഡക്റ്റിലും 10 കമന്റ്. ഏത് പ്രോഡക്റ്റിലാണോ കമന്റ് ഉള്ളത്, ഏതെങ്കിലും നമ്മൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ നമുക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ അതൊന്നും നമുക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കമന്റ്സ് എന്നൊരു സെക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ കമന്റ്സും നമുക്ക് ഒറ്റ സെക്ഷനിൽ നമുക്ക് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അത് അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് അപ്പിയറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തീം. നമ്മുടെ മൊബൈലിലൊക്കെ ഓരോ തീമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. അനിമേലൊക്കെ തീം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൽ ഒരുപാട് തീംസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഒരുപാട് പ്രീമിയം തീംസ് ഉണ്ട്. തീംസിനെ വെച്ച് കുറച്ചും ഡീറ്റെയിൽ നമുക്ക് പറയാനും ഉണ്ട്. അത് നമുക്ക് കവറപ്പ് ചെയ്യാം. തീംസ് ഉണ്ട്, തീം എഡിറ്റർ ഉണ്ട്. എഡിറ്റർ എന്ന് പറഞ്ഞാൽ കോഡിംഗ് സെക്ഷൻ ആണ് കേട്ടോ. നമുക്ക് എഡിറ്റിംഗ് പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കോഡിങ് കാര്യങ്ങളൊക്കെ നമുക്കതിൽ ചെയ്യാൻ പറ്റും. നമുക്കതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നതാണ് പ്ലഗിൻസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളുടെ മൊബൈലിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. മൊബൈൽ എന്ന് പറയുന്നത് നമ്മൾ ഫോൺ വിളിക്കാനായിട്ടുള്ള ടൂളാണ് അല്ലേ. നമുക്ക് ഫ്രണ്ട്സിനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ, വീഡിയോ കോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ചാറ്റ് നോക്കാൻ, റീൽ നോക്കാനൊക്കെ നോക്കുന്ന ഒരു ടൂളാണ്. ഈ ടൂളിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. അതായത് ഈ ഇൻസ്റ്റാഗ്രാം എന്നൊരു ടൂളാണ്. അങ്ങനെ ഒരുപാട് ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സെറ്റിംഗ്സ് എന്നൊരു ടൂൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇതുപോലെ വേർഡ്പ്രസ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ഈ ടൂളിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ ഒന്നാണ് എലമെന്റർ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പോപ്പപ്പ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എലമെന്ററിന് പകരം നമുക്ക് ഫോം ഒക്കെ ചെയ്യാനായിട്ട് മെറ്റാ ഫോം എന്നൊരു ടൂൾ ഉണ്ട്. ചാറ്റ് ബോട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ട് ടൂൾ. അങ്ങനെ ഒരുപാട് ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ചില വെബ്സൈറ്റിലൊക്കെ കയറുമ്പോൾ സൈഡിലായിട്ട് ഒരു ലൈവ് ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ടൂളാണ്. അത് എലമെന്റർ എന്നുള്ള ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ടുള്ള ടൂളാണ്. അങ്ങനെ ഓരോ ഫീച്ചറിനും ഓരോ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ടൂൾസിനെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് യൂസേഴ്സ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, പക്ഷെ മിക്കരും സ്കിപ്പ് ചെയ്യുന്ന ഒരു സെക്ഷനും കൂടെയാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരു പൈസയൊക്കെ കൊടുത്ത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരാളെ കൊടുത്തു. വേണമെങ്കിൽ അവർക്ക് അവരുടെ നിങ്ങളുടെ മെയിൻ ക്രെഡൻഷ്യൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ വെബ്സൈറ്റൊക്കെ വേണമെങ്കിൽ സ്വന്തമാക്കാം, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് തരാതിരിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് മിസ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സണൽ ക്രെഡൻഷ്യൽസ് ആണ് നിങ്ങളവിടെ കൊടുക്കുന്നത്. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ തന്നെ നമുക്കൊരു യൂസറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ അഡ്മിൻ, ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്മിൻ മേജർലി ഞാനാണ്. പക്ഷേ എനിക്ക്
ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട്, അവരായിരിക്കും എൻ്റെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വെബ്സൈറ്റിൽ ഒരുപാട് കറക്ഷൻസ് വന്നു, അവരായിരിക്കും ആ വെബ്സൈറ്റിൻ്റെ കറക്ഷൻസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഡേറ്റ അവർക്ക് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. എനിക്ക് ജസ്റ്റ് അവർക്കൊരു ആക്സസ് കൊടുത്താൽ മതി. നമുക്കൊരു ആഡ് എ ന്യൂ യൂസർ കൊടുത്ത് ആ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പേര്, അവരുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് അവർക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആ അക്കൗണ്ടിലോട്ട് കയറാനും പറ്റും, അവർക്ക് ആക്സസ് ചെയ്യാനും പറ്റും. അപ്പം നമ്മളുടെ പേഴ്സണൽ ഡേറ്റാസ് അവിടെ കൊടുക്കുന്നത് യാതൊരു നിർബന്ധമില്ല. ഇതാണ് യൂസേഴ്സ്. പിന്നെ നമുക്ക് കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ സെറ്റിംഗ്സും ഹെൽത്ത് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. പിന്നെ സെറ്റിംഗ്സ് മേജർലി നമ്മൾ വരുന്ന ടോപ്പിക്സ് ആണ് ഇത് ഇത്രയും. സെറ്റിംഗ്സും ടൂൾസും നമ്മൾ അല്ലാതെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. സെറ്റിംഗ്സിൽ എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഈ അപ്പിയറൻസും കാര്യങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നിങ്ങൾ മീഡിയ സ്പേസ് എന്തെങ്കിലുമൊക്കെ ഒരു റൂൾസ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ജനറൽ സെറ്റിംഗ്സ്, റൈറ്റിംഗ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പേരൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം, ടൈം സോൺ മാറ്റണമെങ്കിൽ മാറ്റാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്താൽ എന്ത് ചെയ്യാം, നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പേജാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്ലഗിനാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അപ്പിയറൻസ് ആണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോസ്റ്റ് ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്? എന്തായിരിക്കും ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു കൺഫ്യൂഷൻ ഇല്ലേ? ഈ കൺഫ്യൂഷൻ സോൾവ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത സെക്ഷൻ വരാൻ പോകുന്നത്. സോ ഈ സെക്ഷൻ നമ്മൾ വൈൻഡ് ചെയ്യണം. സൈനിങ് ഓഫ്.